ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തങ്കത്തിനൊരു വീഴ്ച വരുമ്പോ അപ്പുറം ഇപ്പുറം മോളും മരുമോനും നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും. അതെനിക്ക് ഉറപ്പാ. എന്റെ കാര്യത്തിന് ഓടി വരുമൊന്നും വേണ്ട. രണ്ടുപേരും നന്നായിട്ട് ജീവിച്ചാൽ മാത്രം മതി. ദൈവമേ, എന്റെ മക്കളെ കാത്തോളണേ. മതി മതി, അടയ്ക്ക് അടയ്ക്ക്. ഇതിന് വിഷമുണ്ടോ? ഇറുക്കമാ, കൊടും വിഷം. ഇവന് വനത്തിന്ന് കടിച്ചത്. ഇവൻ തൊട്ട യാർക്കുമേ ഊരിക്കാതെ. ഞാൻ പറഞ്ഞവളുണ്ടല്ലോ കൃഷ്ണ, അവളുടെ മരണം ഇന്ന് തന്നെ നടക്കണം. അവളുടെ അടുത്തേക്ക് പോകുമ്പോ കൂടെ ഞാനും വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യത്തിന് മുന്നിലെത്തുമ്പോ വെറുതെ ഓരോന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഇല്ലമ്മ, അമ്മ ധൈര്യമായത്. ശരി, എടുത്തോ. സരിമാ. ഇന്ന് കൃഷ്ണയുടെ അവസാനത്തെ ദിവസം. എന്ന് വേണമെങ്കിലും എനിക്ക് ഭീഷണിയായേക്കാവുന്ന ഒരുത്തി എന്നേക്കുമായി തീരാൻ പോവാ. എന്തിനാണാവോ ആളയച്ചത്? കാര്യങ്ങൾ അല്പം കടുപ്പം കൂടി വരികയാണല്ലോ സരസ്വതിയമ്മേ. പറഞ്ഞ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ മുടക്കം കൂടാതെ ചെയ്യുന്നുണ്ട്. ഒരു വീഴ്ചയും അക്കാര്യത്തിൽ വന്നിട്ടില്ല. പിന്നെന്താ? തറവാട്ടിൽ തന്നെയുള്ള ചില ശത്രുക്കളെ കുറിച്ച് സരസ്വതിയമ്മ സൂചന തന്നിരുന്നല്ലോ. പക്ഷേ കുടുംബത്തിന് പുറത്തു നിന്നുള്ള ചില ശക്തികള് ചില പ്രവൃത്തികളുമായിട്ട് എത്തുന്നുണ്ട്. അങ്ങനെ ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. കുടുംബത്തിന് പുറത്തു നിന്നോ? അതാരാണ്? കളരിക്കൽ തറവാടിന്റെ ശാപം മാറുന്നതിൽ ആർക്കാണിത്ര പ്രയാസം? ആളെ വ്യക്തമല്ല. പക്ഷേ നടക്കുന്ന കർമ്മങ്ങൾ പൂർത്തിയാകാതിരിക്കാൻ ശ്രമമുണ്ട് എന്നുള്ളത് സത്യ. എന്തായാലും ഒരു കാര്യം പറയാം. വ്രതാനുഷ്ഠാനങ്ങൾ നടത്തുന്ന ആ പെൺകുട്ടിയുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം ഒരു കുഴപ്പവും കൂടാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. പൂജാകർമ്മങ്ങൾ 41-ാം ദിവസത്തിലേക്ക് അടുക്കും തോറും ആ പെൺകുട്ടിയില് പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണം. മറക്കരുത്. സർപ്പദംശനത്തിനുള്ള സാധ്യത ഇനിയും അവസാനിച്ചിട്ടില്ല. എന്ത് കഠിനമായ പരീക്ഷണങ്ങളും അങ്ങ് പറഞ്ഞോളൂ. എന്നെ കൊണ്ടാവും വിധം ഞാനത് പൂർത്തിയാക്കാം. ഈ കാര്യത്തില് മറ്റുള്ളവര് വ്രതമനുഷ്ഠിച്ചതുകൊണ്ടോ പൂജകൾ നടത്തിയതുകൊണ്ടോ പ്രയോജനമൊന്നുമില്ല. എല്ലാം പൂർത്തിയാക്കേണ്ടത് ആ പെൺകുട്ടി തന്നെയാണ്.